ഹായ് എല്ലാ കൂട്ടുകാർക്കും സണ്ണു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് 2025 മോഡൽ ബ്രസ VXi ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. ബ്രസയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയന്റ് VXi ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. ഇതിന്റെ ഏറ്റവും പുതിയ ബ്ലൂയിഷ് ബ്ലാക്ക് കളറാണ്. അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 2025 മോഡൽ അപ്ഡേറ്റഡ് ബ്രസ VXi വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബ്രസയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയന്റ് VXi ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. അതിനായിട്ട് ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ള ഒരു വേരിയന്റ് ഈ ഒരു ബ്ലൂയിഷ് ബ്ലാക്ക് കളറാണ്. ഈ ബ്ലൂയിഷ് ബ്ലാക്ക് കളർ നമുക്ക് VXi, ZXi പ്ലസിലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. LXiയിൽ ഈ കളർ വരുന്നില്ല. മാരുതിയിൽ പണ്ട് ZXi പ്ലസിൽ വന്നിരുന്നത് നമ്മളുടെ മിഡ് നൈറ്റ് ബ്ലാക്ക് കളർ ആയിരുന്നു. അത് മാറിയിട്ടാണ് ഇപ്പോൾ ബ്ലൂയിഷ് ബ്ലാക്കിലേക്ക് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. മാരുതി സുസുക്കിയിൽ ഈ ബ്ലൂയിഷ് ബ്ലാക്ക് കളറാണ് നിങ്ങൾ ബ്രസ എടുക്കുന്നത് എങ്കിൽ പ്രത്യേകിച്ച് യാതൊരു ആക്സസറീസും ചെയ്യാണ്ട് കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു കളറും ഈ ഒരു ബ്ലൂയിഷ് ബ്ലാക്ക് ആണ്. ഇപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു സിൽവർ ഫിനിഷും ആ ലോഗോയും കൂടി ബ്ലാക്ക് ഫിനിഷിലേക്ക് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ക SUV ലുക്കിലേക്ക് ഈ വാഹനം ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഈ വേരിയന്റിന്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. ഹാലജൻ ആണ്. അതിനകത്ത് നമുക്ക് ആ ഒരു ബ്ലാക്ക് ഫിനിഷ് തന്നെ കാണാം. ആ എൻഡിൽ മാത്രം ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ ഇൻഡിക്കേറ്റേഴ്സും നമ്മുടെ പാർക്ക് ലൈറ്റും കാണാം. ഫുൾ ഹാലജൻ ആണ് വരുന്നത് യൂണിറ്റ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഫോഗ് ലൈറ്റ് വരുന്നില്ല. ഫോഗ് ലൈറ്റ് വേണമെങ്കിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസ് ആയിട്ട് ചെയ്യേണ്ടി വരും. ഏകദേശം 6000 രൂപയുടെ അടുത്താണ് അതിന് കോസ്റ്റ് വരിക. ഫ്രണ്ടിൽ സ്കിപ്പ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം അവിടെയും ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ്. അവിടെ ഇപ്പോൾ സ്കിപ്പ് പ്ലേറ്റിന് ആക്സസറീസ് ഒക്കെ ഷോറൂമിൽ നിന്ന് പറയാറുണ്ട്. അതൊന്നും ഈ വേരിയന്റിൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എസ്പെഷ്യലി ഈ ഒരു കളറിൽ നമുക്ക് 200 mm ആണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഫ്രണ്ടിലൊക്കെ ഫുൾ ബ്ലാക്ക് ഫിനിഷിലേക്ക് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഒരു നെക്സ്റ്റ് ലെവൽ ലുക്കിലേക്ക് ഈ വാഹനം കൊണ്ടുവരാനായിട്ട് പറ്റും. വശങ്ങളിൽ നോക്കുമ്പോൾ ഇത് VXi വരുന്നതെന്ന് മനസ്സിലാവും, കാരണം അലോയ്സ് വരുന്നില്ല. വശങ്ങളിൽ നിങ്ങൾ അലോയ്സ് മാത്രം ആക്സസറി ആയിട്ട് ചെയ്താൽ മതിയാകും. ഏകദേശം 40,000 രൂപയുടെ അടുത്താണ് അതിന് കോസ്റ്റ് വരിക. ഇപ്പോൾ ടയർ സൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ 215/60R16 എന്ന ടയർ സൈസ്. ഒരു ബ്ലാക്ക് സ്റ്റീൽ വീലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലെ ഡിസ്കും ബാക്കിലെ ഡ്രം ബ്രേക്കുകളുമാണ്. എല്ലാ വേരിയന്റുകളുടെയും ടയർ സൈസ് സെയിം ആണ്. അതുകൊണ്ട് അലോയ്സ് മാത്രം പർച്ചേസ് ചെയ്താൽ മതിയാകും. LED ടേൺ ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. എനിക്ക് ബ്രസയിൽ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ആ വലിയ കട്ടിയുള്ള ബ്ലാക്ക് ക്ലാഡിങ്. അത് ഈ ബ്ലൂയിഷ് ബ്ലാക്ക് കളറിൽ എടുത്ത് കാണിക്കുന്നില്ല. അതൊരു അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് വശങ്ങളിലായിട്ടൊന്നും പ്രത്യേകിച്ച് ക്ലാഡിങ്ങോ അങ്ങനെ ഒന്നും ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. എന്താണെങ്കിലും ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷിൽ തന്നെ നിൽക്കുന്നു. നമുക്ക് ഡോർ ഹാൻഡിൽസിൽ കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. നമുക്ക് വേണമെങ്കിൽ ഗ്ലാസ്സുകൾ ഇപ്പോൾ 50%ലേക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ ഒരു നെക്സ്റ്റ് ലുക്കിലേക്ക് കൊണ്ടുവരാം. റൂഫ് റെയിൽസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. റൂഫ് റെയിൽസ് കിട്ടിയാൽ തന്നെ നമ്മൾ ആക്സസറൈഡ് ചെയ്താൽ തന്നെ ഒരു വൈറ്റ് ഫിനിഷിലാണ് കിട്ടുക. നിങ്ങളത് ബാക്കിലേക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. വേണമെങ്കിൽ മാത്രം റൂഫ് റെയിൽസ് ചെയ്യുക. ബാക്കിൽ നമുക്ക് ഷാർഫിൻ ആൻറ്റിന കാണാം. റൂഫ് റെയിൽസ് ചെയ്യുന്നൊരു അഡ്വാൻറ്റേജ് വാഹനത്തിന് കുറച്ചും കൂടി ഉയരമുള്ള ഒരു വാഹനമായിട്ട് ഫീൽ ചെയ്യും. ഈ കോട്ടർ ഗ്ലാസിൻ്റെ സൈഡും ബീപ്പിൻഡിലും സീപ്പിലെല്ലാം ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ LXi ആൻഡ് VXi ബാക്കിൽ നിന്നുള്ള ലുക്ക് എക്സാക്ട്ലി സിമിലർ ആണ്. പ്രത്യേകിച്ച് യാതൊരു ഡിഫറൻസും തന്നെ വരുന്നില്ല. ZXi പ്ലസ് തൊട്ടിട്ടാണ് നമുക്ക് ബാക്കിൽ വൈപ്പർ അഡീഷണൽ ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ബാക്കിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ബ്രസ എന്ന് പറഞ്ഞ ലെറ്ററിങ് മാത്രമാണ് ഒരു സിൽവർ അല്ലെങ്കിൽ ക്രോം ഫിനിഷിൽ വരുന്ന സുസുക്കിയുടെ ലോഗോയും. ബാക്കി ഫുൾ ബ്ലാക്ക് കളറിലാണ്. അതും കൂടിയും ബ്ലാക്കിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഒരു നെക്സ്റ്റ് ലെവൽ ലുക്കിലേക്ക് ഈ വാഹനം അല്ലെങ്കിൽ ഒരു ഫുൾ SUV ലുക്കിലേക്ക് ഈ വാഹനം കൊണ്ടുവരാനായിട്ട് പറ്റും. ഇപ്പോൾ ബാക്കിൽ സ്പോയിലർ ആ ഒരു ഡിസൈൻ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ്. എക്സ്ട്രാ സ്പോയിലർ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിലെ ഗ്ലാസ്സിൽ ഡിഫോഗർ വരുന്നതിന് വൈപ്പർ വാഷറൊന്നും തന്നെ വരുന്നില്ല. ബ്രസ എന്ന് പറഞ്ഞ ബാഡ്ജിങ്, വേരിയന്റിന്റെ ബാഡ്ജിങ് ഒന്നും ബ്രസയിൽ ഇപ്പോൾ വരുന്നില്ല. ബാക്കിലെ ടെയിൽ ലൈറ്റ് ഫുൾ LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഈ ഒരു പോർഷൻ സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ടും അതിനെ താഴെ ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലൈറ്റും അത് ഹാലജനായിട്ട് ഫംഗ്ഷൻ ചെയ്യും. സ്മാർട്ട് ഹൈബ്രിഡ് VXi വേരിയന്റിൽ ഓട്ടോമാറ്റിക്കിൽ മാത്രമാണ് സ്മാർട്ട് ഹൈബ്രിഡ് കൊടുത്തിരിക്കുന്നത്. ZX ആൻഡ് ZXi പ്ലസ് തൊട്ട് മാനുവലിലും വരുന്നുണ്ട്. ബാക്കിൽ നമുക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് കാണാം. വേറെ റിവേഴ്സ് ക്യാമറയൊന്നും VXi വേരിയന്റിൽ എന്താണെങ്കിലും ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കിൽ നമുക്ക് ആ ഒരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് സ്കിപ്പ് ലൈറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം വരുന്നത്. ആ സൈലൻസർ എന്താണെങ്കിലും നമുക്ക് ഒരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ശരിക്കും ഒരു ഫുൾ ബ്ലാക്ക് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമുക്കിനി ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു 345 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ്. ഇപ്പോൾ അപ്ഡേറ്റ് വന്നപ്പോൾ കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് ആണ് നമ്മൾക്ക്. ഇപ്പോൾ 6 എയർ ബാഗിൻ്റെ പുതിയ അപ്ഡേറ്റ് വന്നപ്പോൾ VXi വേരിയന്റ് മീൻസ് ബേസ് വേരിയന്റോടെ 60/40 സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ VXi വേരിയന്റിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ്. 2 ഹെഡ് റെസ്റ്റുകൾ. സെൻട്രൽ പാസഞ്ചർ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമുക്ക് പാർസൽ ട്രേ ബാക്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് ആക്സസ് ചെയ്യേണ്ടി വരും. വേറെ ബൂട്ട് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. സ്പെയർ വീല് വരുന്നുണ്ട്. ആ സെയിം സൈസ് ആയിട്ടുള്ള വീലുകൾ തന്നെയാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. 215/60R16 തന്നെയാണ് സൈസ് വരുന്നത്. വേറെ എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും ഇന്ത്യയിൽ ഒന്നും പറയാനായിട്ടില്ല. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന്
ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കീലെസ് എൻട്രി പോലുള്ള ഫീച്ചേഴ്സ് ഒന്നും ഈ വേരിയന്റിൽ വരുന്നില്ല. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത്. ആകെ വരുന്ന ഒരു സിൽവർ ലൈൻസ് ഇന്റീരിയറിൽ വരുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ്. ഡോർ പാഡിലേക്ക് വന്നാലും ഫുൾ ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. നമുക്ക് ഡോർ പാഡ്സിൽ ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് കാര്യങ്ങൾ VXI വേരിയന്റ് തൊട്ടേ വരുന്നുണ്ട്. 4 പവർ വിൻഡോ കൺട്രോൾ, ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻസ് വരുന്നുണ്ട്. നമുക്ക് ലോക്ക് ആൻഡ് അൺലോക്ക്, മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണാം. ബോട്ടിൽ ഹോൾഡേഴ്സ്, സ്പീക്കർ ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. ടൂട്ടേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ടൂട്ടേഴ്സ് ഇതിനകത്ത് വരുന്നില്ല. ടൂട്ടേഴ്സ് വരുന്നില്ല, നമ്മൾ വേണമെങ്കിൽ ആക്സസറി ആയിട്ട് ചെയ്യേണ്ടി വരും. നമുക്ക് ഡ്രൈവർ സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല കംഫർട്ടായിട്ടുള്ള ഫാബ്രിക് ഒരു സീറ്റുകളാണ്. അത് ചെറിയൊരു വൈറ്റ് ലൈൻസ് എന്നുള്ള രീതിയിലാണ് ഫാബ്രിക് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു 6 എയർ ബാഗ് വന്നിരിക്കുന്ന വാഹനമാണ്. ആ എയർ ബാഗിൻ്റെ ഒരു ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കൊടുത്തിരിക്കുന്നു. ട്രാക്ഷൻ കൺട്രോൾ, ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട്, നമ്മളുടെ ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ വാഹനത്തിന്റെ കീ വരുന്നത്. എനിക്ക് 2025 ഈ കീ ഒന്ന് മാറ്റിയിരുന്നു എങ്കിൽ VXI വേരിയന്റിൽ വളരെ നല്ലതായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും മാരുതി ആ പഴയ കീ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. AC വെന്റ്സ് ചുറ്റുമെല്ലാം ആ ഒരു സിൽവർ ഫിനിഷ് കാണാം. ബ്രസ VXI ഓട്ടോമാറ്റിക് വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബ്രസയുടെ ഇന്റീരിയർ VXI വേരിയന്റിൽ ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ആകെ ഒരു സിൽവർ ലൈൻസ് മാത്രമാണ് നമുക്ക് അകത്ത് കാണാനായിട്ട് പറ്റുക. ബ്ലാക്ക് ഇന്റീരിയർ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ഇന്റീരിയർ ആണ്. ഒരു SUV ലുക്കൊക്കെ നമുക്ക് ഇന്റീരിയർ കയറി ഇരുന്നാൽ തന്നെ ഫീൽ ചെയ്യും. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടി ഫംഗ്ഷണൽ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽ കൊടുത്തിരിക്കുന്നത് ഫുൾ ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് വരുന്നത്. ഇടത് വെച്ച് നമുക്ക് മ്യൂസിക്കിന്റെ കൺട്രോൾസും അതിന്റെ താഴെ ഫോണിന്റെ കൺട്രോൾസും കാണാം. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടെലസ്കോപ്പിക് ഈ വേരിയന്റിൽ വരുന്നില്ല. ഇടതുവശത്തായിട്ട് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും, ഓട്ടോ വൈപ്പർ, ഓട്ടോ ഹെഡ്ലൈറ്റ് ഒന്നും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. പാഡിൽ ഷിഫ്റ്റേഴ്സ് നമുക്ക് VXI വേരിയന്റ് തൊട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡോമീറ്ററും RPM മീറ്ററും അനലോഗായിട്ട് കൊടുത്തിരിക്കും. നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് മാത്രമാണ് ഡിസ്പ്ലേയിൽ വരുന്നത്. ഇപ്പോൾ ബാക്കിലെ ബൂട്ട് ഓപ്പൺ ആയതിന് അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ കാണാം. പിന്നെ നമുക്ക് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, ആവറേജ് ഫ്യൂവൽ, ഡിസ്റ്റൻസ് ടു empty. പിന്നെ ടോപ്പിലായിട്ട് നമുക്ക് ഇത് സ്മാർട്ട് ഹൈബ്രിഡ് ആയതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഇൻഡിക്കേഷൻസും കാണാനായിട്ട് പറ്റും. അത് രണ്ടും കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകളെല്ലാം നമുക്ക് ആ ഒരു ക്ലസ്റ്ററിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീലിലേക്കൊന്നും ഇതുവരെ വന്നിട്ടില്ല. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ മാരുതിയുടെ എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന ഒരു 7 ഇഞ്ചിൻ്റെ സ്മാർട്ട് പ്ലേ മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത്. പ്രോ മ്യൂസിക് സിസ്റ്റം ഇപ്പോഴും VXI വേരിയന്റിൽ കൊടുത്തിട്ടില്ല. ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർഡായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. വയർലെസിൻ്റെ ഓപ്ഷൻസും വരുന്നില്ല. നമുക്ക് അത്യാവശ്യം വെഹിക്കിൾ ഇൻഫർമേഷൻസും ഇതിനകത്ത് അറിയാനായിട്ട് പറ്റും. ഫ്യൂവൽ മൈലേജ് അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ VXI വേരിയന്റിൽ വരുന്നില്ല. പാർക്കിംഗ് സെൻസേഴ്സ് അത് നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലാണ് അറിയാനായിട്ട് പറ്റുക. സെൻട്രൽ കൺസോൾ റിവേഴ്സ് ക്യാമറയുടെ പാർക്കിംഗ് സെൻസേഴ്സിൻ്റെ ഒന്നും തന്നെ വരുന്നില്ല. റിവേഴ്സ് ക്യാമറ നമുക്ക് 6000 രൂപ കൊടുക്കുകയാണെങ്കിൽ ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ മ്യൂസിക് ക്ലാരിറ്റി ഒരു ഡീസൻറ്റ് മ്യൂസിക് ക്ലാരിറ്റിയാണ് വരുന്നത്. 4 സ്പീക്കർ മാത്രമാണ് വരുന്നത്, ട്യൂട്ടറും വരുന്നില്ല. പിന്നെ ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ തന്നെയാണ്. താഴേക്ക് വന്നാൽ AC വെന്റ്സ് കൊടുത്തിരിക്കുന്നത് നടുക്കായിട്ട് ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടൺ കാണാം. അതിന് താഴെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് വരുന്നത്. അതിപ്പോൾ ഈ VXI വരുന്നതാണ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ നമുക്കിവിടെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കാണാം. ഇവിടെ ഒരു USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാ സ്റ്റോറേജ് സ്പേസ് ആണ്. നമ്മുടെ ഓട്ടോമാറ്റിക് ഗിയർ ലിവർ കാണാം. താഴെയെല്ലാം നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. സെൻറ്റർ ആംബ്രസ്റ്റ് വേരിയന്റിൽ വരുന്നില്ല. അവിടെ ചെറിയ സ്റ്റോറേജ് സ്പേസ് ആണ്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോട് കൂടിയ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന വലിയ സീറ്റുകൾ തന്നെയാണ് വരുന്നത്. ഇതിപ്പോൾ സീറ്റ് ബെൽറ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ VXI വേരിയന്റിൽ വരുന്നുണ്ട്. 6 എയർ ബാഗ് വന്ന പുതിയ അപ്ഡേറ്റഡ് വേരിയന്റിൽ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. 6 എയർ ബാഗിന്റെ ഒരു എയർ ബാഗിന്റെ ബാഡ്ജ് നിങ്ങൾക്ക് കാണാം. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. കോ ഡ്രൈവേഴ്സുകൾ സൺവൈസേഴ്സ് വിത്ത് മിററാണ് വരുന്നത്. സെന്റർ IRVMs മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിലും സൺവൈസേഴ്സ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് മാത്രമാണ് VXI വേരിയന്റിൽ വരുന്നത്. ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡീസന്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ്, കൂടുതൽ ഫീച്ചറോ ലൈറ്റോ കാര്യമോ ഒന്നും തന്നെ VXI വേരിയന്റിൽ വരുന്നില്ല. ഇനി നമുക്ക് ബാക്ക് യാത്രക്കാരെ കംഫർട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഡോർ പാഡ് ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ്. ഇവിടെ എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് കൊടുത്തിട്ടുണ്ട്. പവർ വിൻഡോന്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് നമുക്കൊരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. താഴെ സ്പീക്കർ ഗ്രില്ലുകൾ കാണാം. VXI വേരിയന്റിൽ നമുക്ക് ബാക്കിലേക്ക് AC വെന്റ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചാർജിംഗ് പോർട്ട് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമുക്ക് 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. 3 പോയിന്റ് സീറ്റ് ബെൽറ്റ് കാര്യങ്ങൾ കാണാം. ഐസോഫിക് ചൈൽഡ് സീറ്റിന്റെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. സെന്റർ പാസഞ്ചർ ഇല്ല എങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു സെന്റർ ആംബ്രസ്റ്റും ഇപ്പോൾ വരുന്നുണ്ട്. അതിനകത്ത് 2 കപ്പ് ഹോൾഡേഴ്സും ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ 2 സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്യുക. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. കാലാകത്തേക്ക് സുഖമായിട്ടിരിക്കാം. ഇവിടെ നമുക്ക് ഒരു സീറ്റ് പോക്കറ്റ്സ് വരുന്നുണ്ട്. ഒരു ചെറിയൊരു ഹുക്കും ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 15 സെന്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാരണം വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ബാക്കിൽ പാഴ്സൽ ട്രേ വരുന്നില്ല, അത് വേണമെങ്കിൽ നമ്മൾ ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യേണ്ടി വരും. ബ്രസയുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ മാരുതി സുസുക്കിയിൽ ഇറങ്ങുന്ന കാറുകളിൽ മോസ്റ്റ് സേഫസ്റ്റ് കാർ എന്ന് വേണമെങ്കിൽ നമുക്ക് ബ്രസനെ വിളിക്കാം. കാര്യം ഗ്ലോബൽ എൻക്യാപ്പിൽ 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ് ബ്രസ. ഇപ്പോൾ ബേസ് വേരിയന്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, CBT, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, അങ്ങനെ ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങളിൽ വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ബ്രസയുടെ ബേസ് വേരിയന്റ് തൊട്ടേ മാരുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബ്രസയുടെ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നാൽ ട്രൈഡ് ആൻഡ് ടെസ്റ്റ് ആയിട്ടുള്ള 1.5 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പെക്ട് പെട്രോൾ എഞ്ചിനാണ്. അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്. കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് LXI ആൻഡ് VXI മാനുവൽ വേരിയന്റിന് 17 കിലോമീറ്റർ പെർ ലിറ്ററും VXI ഓട്ടോമാറ്റിക് തൊട്ട് ടോപ്പ് എൻഡ് വരെ 20.5 കിലോമീറ്റർ പെർ ലിറ്റർ ഒക്കെയാണ്. കാരണം VXI ഓട്ടോമാറ്റിക് തൊട്ട് മറ്റെല്ലാ വേരിയന്റുകൾക്കും സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജിയും കൂടി വരുന്നുണ്ട്. അത് സിഗ്നലിലൊക്കെ കിടക്കുന്ന സമയത്ത് അത്യാവശ്യം ഫ്യൂല് സേവ് ചെയ്യുന്നതാണ് പറയുന്നത്. എൻ്റെ VXI പഴയ വാഹനമാണ്, അതിന് എനിക്ക് ഏകദേശം ഒരു 15-16 ആവറേജ് മൈലേജ് ലഭിക്കുന്നുണ്ട്. ബ്രസയുടെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്രസയ്ക്ക് പ്രത്യേകിച്ച് ഓഫർ കാര്യങ്ങളൊന്നും വരാറില്ല. എക്സ്ചേഞ്ച് ബോണസ് 10,000-15,000 എന്ന് പറഞ്ഞാൽ മാറി മാറി കാണാറാണ് പതിവ്. പിന്നെ LXI വേരിയന്റിന് അർബാനോ കിറ്റ് അഡീഷണലി ചെയ്യുകയാണെങ്കിൽ 53,000 രൂപയുടെ അർബാനോ കിറ്റ് നിങ്ങൾക്ക് 25,000 രൂപയ്ക്കും, VXI വേരിയന്റിൽ 27,000 രൂപയുടെ അർബാനോ കിറ്റ് 10,000 രൂപയ്ക്കും ചെയ്യാനായിട്ട് പറ്റും. അതാണ് ബ്രസയ്ക്ക് വന്നിരിക്കുന്ന ഒരു ഓഫർ. പക്ഷേ ഈ ബ്ലാക്ക് കളർ വണ്ടിയിൽ അർബാനോ കിറ്റിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും ഇല്ല. ഒരു അലോയ്സ് മാത്രമാണ് നിങ്ങൾ അഡീഷണലി പർച്ചേസ് ചെയ്യേണ്ട ആവശ്യം വരിക. അലോയ്സ്, പിന്നെ നമ്മളുടെ റിവേഴ്സ് ക്യാമറ, ഫോഗ് ലൈറ്റ്, ഈ 3 സാധനം മാത്രം വാങ്ങിയാൽ മതി ഈ വാഹനം ടോപ്പ് എൻഡിന്റെ ലുക്കിൽ നിങ്ങൾക്ക് കൊണ്ടു നടക്കാനായിട്ട് പറ്റും. ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ LXI ബേസ് വേരിയന്റിൽ മാനുവൽ മാത്രമേ വരുന്നുള്ളൂ. ആ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 10,10,000 രൂപയാണ്. ഈ ഓഫറുകളെല്ലാം കഴിഞ്ഞിട്ടുള്ള ഓൺ റോഡ് പ്രൈസാണ്. VXI വേരിയന്റ് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന VXI വേരിയന്റിന് 11,35,000 രൂപയും VXI ഓട്ടോമാറ്റിക് വേരിയന്റിന് 13,25,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാരയുടെ ബേസ് മാനുവൽ വേരിയന്റ് എടുക്കുന്ന പ്രൈസിന് നിങ്ങൾക്ക് ബ്രസയുടെ ഈ VXI ഓട്ടോമാറ്റിക് വേരിയന്റ് എടുക്കാം. വളരെ യൂസ്ഫുൾ ആണ്, വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാറാണ്. ബ്രസയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നതും ഈ ഒരു VXI ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. അതിപ്പോൾ നിങ്ങൾ ഓൺലൈനിലെ സെയിൽസ് കാര്യങ്ങൾ എടുത്ത് നോക്കിയാലും ഷോറൂമിൽ അന്വേഷിച്ചാലും മനസ്സിലാവും. ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത് VXI വേരിയന്റ് ആണ്. അതിനാൽ VXI വേരിയന്റിൽ തന്നെ ഓട്ടോമാറ്റിക് ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്നത്. അതിൽ മെയിൻ ആയിട്ടുള്ള റീസൺ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ VXI വേരിയന്റ് ഓട്ടോമാറ്റിക് ആണ് എങ്കിലും അത്യാവശ്യം മൈലേജ് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു സെഗ്മെന്റിലെ കാറുകളിൽ പെട്രോൾ വാഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ മൈലേജ് തരുന്നതും ബ്രസയുടെ ഈ ഒരു VXI ഈ ബ്രസ കാറുകൾ തന്നെയാണ്. VXI ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോഴാണ് ആ 16-17 നമുക്ക് മൈലേജ് ലഭിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഗ്രാൻഡ് വിറ്റാരയുടെ ബേസ് വേരിയന്റ്, സെക്കൻഡ് വേരിയന്റ് ഒക്കെ നോക്കുന്നവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കാറുകളാണ് ബ്രസയുടെ VXI ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ZXI ഓട്ടോമാറ്റിക് ഒക്കെ. അതിലും കുറച്ചുകൂടി വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള വാഹനങ്ങളാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മാരുതി റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പുതിയ വാഹനം വാങ്ങാനാണെങ്കിലും എക്സിസ്റ്റിംഗ് ഓണർ ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.